നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കുട്ടികളുടെ സമ്പാദ്യശീലത്തെക്കുറിച്ചാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് നേരത്തെ കുടിയേറിയ മലയാളികളുടെ മക്കളൊക്കെ നല്ല മിടുക്കരായി പഠിച്ച് നല്ല ജോലിയിലൊക്കെ പ്രവേശിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെപ്പോലെ തന്നെ ഇവരൊക്കെ നല്ല വർക്ക് എത്തിക്സ് ഉള്ളവരും കഠിനാധ്വാനികളുമാണ്. നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റിയ വലിയ കാര്യമാണത്. പക്ഷേ ഇവരുടെ സമ്പാദ്യശീലം എങ്ങനെ നമ്മൾ ഗൈഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും കുട്ടികളൊക്കെ ജോലിയിൽ പ്രവേശിച്ച് ആദ്യമേ ശമ്പളമൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല വില കൂടിയ കാറ് വാങ്ങണം എന്നൊക്കെ പറയും. പക്ഷേ ഇതിനകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, കാറ് ആ ഷോറൂമിൽ നിന്ന് ഇറങ്ങിക്കഴിയും, ബ്രാൻഡ് ന്യൂ കാർ ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ 10 മുതൽ 20% വില കുറഞ്ഞു. ഇതൊരു ഡിപ്രീഷിയേറ്റിംഗ് അസറ്റാണ്. പിന്നെ ചില പേരൻസ് അവർ ഗൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വീട് വാങ്ങാൻ പറയും. പക്ഷേ അവരുടെ ചിന്ത ഇങ്ങനെയാണ്, കുട്ടികളൊക്കെ കുറച്ച് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിയുമ്പം അവരുടെ അടുത്ത് തന്നെ താമസിക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതിനകത്തുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിലെ മൊത്തത്തിലൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഒരു ആൾ അയാളുടെ ജീവിതകാലത്ത് 13 തവണ വീട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു നല്ല സ്ട്രാറ്റജി അല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞു, ജോലി കിട്ടി, അവർക്ക് ജോലി തന്നെ പ്രൊമോഷൻ വരും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പല സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരും, പിന്നെ ഒരു കല്യാണമൊക്കെ കഴിയും. ഇപ്പോൾ ഒരു സെറ്റിൽ ചെയ്യുന്നത് എവിടെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സെറ്റിൽ ചെയ്യുന്ന സമയത്താണെങ്കിലും സ്കൂളിൻ്റെ അടുത്ത്, കോളേജിൻ്റെ അടുത്ത്, ഹോസ്പിറ്റലിൻ്റെ അടുത്ത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്, കുട്ടികളുടെ സ്കൂള്, അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇവിടെ ഏറ്റവും നല്ല സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രോപ്പർട്ടിയിലൂടെ പൈസ ഉണ്ടാക്കിയ സ്ട്രാറ്റജിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതിൻ്റെ പേര് റെൻറ്റ് വെസ്റ്റിംഗ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ബോറോയിങ് കപ്പാസിറ്റി ഉപയോഗിച്ച് പല സ്ഥലങ്ങളിൽ വീടുകൾ വാങ്ങുന്നു, പ്രോപ്പർട്ടികൾ വാങ്ങുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടികൾ. പക്ഷേ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ലൊക്കേഷനുകളിൽ നിങ്ങൾ റെൻറ്റിന് താമസിക്കുന്നു. കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൊക്കേഷനൊന്നും വർക്കൊന്നും കോംപ്രമൈസ് ചെയ്യാതെ അവിടെ റെൻറ്റിന് താമസിക്കുന്നു. നിങ്ങളുടെ സമ്പാദ്യം ബോറോയിങ് കപ്പാസിറ്റി ഉപയോഗിച്ച് ഓസ്ട്രേലിയയിലെ പല സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രോപ്പർട്ടികൾ വാങ്ങുന്നു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട്. അപ്പോൾ ഇതിനകത്തുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം വലിയ പൈസ മുടക്കാതെ, ഇപ്പം ഞാനിപ്പോൾ എപ്പോഴും പറയുന്ന 5 ലക്ഷം ഡോളറിൻ്റെയൊക്കെ അണ്ടറിലുള്ള പ്രോപ്പർട്ടികളാണെങ്കിൽ നെഗറ്റീവ് ഗിയറിങ്ങിൻ്റെ വലിയ പ്രശ്നം വരുന്നുമില്ല. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അത് ബാധിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രോപ്പർട്ടി വിൽക്കാതിരിക്കുക, അതിൻ്റെ എക്വിറ്റി എടുത്ത് അടുത്ത പ്രോപ്പർട്ടികൾ വാങ്ങുക. അല്ലെങ്കിൽ കമ്പനി സ്ട്രക്ചറിൽ പ്രോപ്പർട്ടി വാങ്ങാനുള്ള ഓപ്ഷനുണ്ട്. ഒരു അക്കൗണ്ടിന് ചോദിച്ചത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ അവരെ കറക്റ്റ് രീതിയിൽ ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭാവി തലമുറ സാമ്പത്തിക ഭദ്രതയുള്ളതും സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളതായിട്ട് മാറും. അപ്പോൾ ഈ കാര്യങ്ങൾ കുട്ടികളോട് നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുക. അവരോട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ പറയുക. നല്ല തീരുമാനങ്ങൾ അവരെടുക്കട്ടെ. നന്ദി, നമസ്കാരം.